ഇവിടെ ഇടത്തോട്ട് തിരിയണം. അവിടെ നിർത്തിയാ മതി. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഇതിൽ തന്നെ തിരിച്ചു പോകാമെന്ന് കരുതിയാ. 5 മിനിറ്റ് കൂടി വൈകരുത്. ഇല്ല. ശരി. അമ്മേ, ഞങ്ങളുടെ കോളേജിൽ നടന്ന നൃത്ത നാടകത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമാണിത്. ഉമ്മേ, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു? നീ അടിക്കടി ഇങ്ങോട്ട് വരുന്നത് ആരുടെയെങ്കിലും കണ്ണിൽ പെടുമെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഓ, എന്തൊരു വിധിയാണിത്! സ്വന്തം അമ്മയെ കാണാൻ വരുന്ന മകളെ എന്തിനാ അമ്മ തടയുന്നത്? എന്തിനു നമ്മളിങ്ങനെ ഒളിച്ചു ജീവിക്കണം? ഇപ്പോൾ അതിന് മറുപടി പറയാൻ ആവില്ല ഉമ്മേ. എനിക്കതിന് സാധിക്കുന്ന ഒരു ദിവസം വരും. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. അതുകൊണ്ടമ്മ ഞാനും പറയുന്നത്, അമ്മ മാത്രം എന്തൊരു കഷ്ടപ്പെടുന്നു. എല്ലാം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. പാടില്ല. നീയും ഞാനും ഒരുപോലെയല്ല. എന്നെ ആരും അങ്ങനെ ഉപദ്രവിക്കില്ല. പക്ഷേ നിന്റെ സ്ഥിതി അതാണോ? പൂത്ത് തളിർത്തു നിൽക്കുന്ന പ്രായമാണ്. നീ നശിക്കരുതെന്ന് കരുതിയല്ലേ എന്റെ മകളാണെന്ന് ആരെയും അറിയിക്കാതെ അനാഥയാണെന്ന് ബോധ്യപ്പെടുത്തി ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നത്? ഏതായാലും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അമ്മയെ പിരിഞ്ഞ് ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. ഉമേ, ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നീ ഇവിടെ വരുന്നത് നിന്റെ ജീവന് തന്നെ അപകടമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇപ്പോഴോ? വാ വേഗം വാ. പറഞ്ഞു ഇങ്ങോട്ട് വന്നാ പെണ്ണവിടെ? എങ്ങോട്ട് പോയി? ഇതിലേ പോയിരിക്കും. പോകുന്നില്ല. നിങ്ങൾ ഉടനെ തിരിച്ചു വരും. ഡ്രൈവർ പോകാം, വേഗം പോകാം. പോകാം, ധൃതി വെക്കാതെ പോകാം. ഒന്ന് വേഗം സ്റ്റാർട്ട് ചെയ്ത് പോകൂ പ്ലീസ്. നിർത്തണം. എന്താ? എന്ത് വേണം? ഇങ്ങോട്ട് ഇറങ്ങടി. നീ അങ്ങനെ അങ്ങ് പോകണ്ട. എന്തിനാ അതിനെ പിടിച്ചിറക്കുന്നത്? കാര്യമുണ്ടാ. അതിനെ തൊട്ടുപോകരുത്. നീ ആരോടാണ് പറയാൻ? ഞാൻ ഈ ആട്ടോയുടെ ഡ്രൈവറാണ്. ഇതെന്റെ പാസഞ്ചറാണ്. ഇതിനെ എത്തേണ്ടിടത്ത് എത്തിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ആ ഡാൻസ് ടീച്ചർ സൗമിനിയില്ലേ, അവളുടെ വീട്ടിലേക്കാണ് ഈ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ആ ഏർപ്പാട് ഇനി ഇവിടെ നടക്കില്ല. അതുകൊണ്ട് ഇവളെ പിടിച്ച് പോലീസിലെത്തിക്കാമെന്ന് വെച്ചു. അപ്പോഴേ നേതാവേ, ഒരു സംശയം. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കാണാൻ പോകുന്നത് അത്ര വലിയ തെറ്റാണോ? മതിയാക്കടാ. എന്നാ നീ ഒന്ന് മതിയാക്കടാ. എന്തുകൊണ്ടാ? ഞാൻ കാരണം ആ മനുഷ്യൻ ഞാൻ പറയുന്നത് കേൾക്കാൻ നീ ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. എന്റെ കുറ്റമല്ല സാറേ. വേണ്ട, താൻ ഒന്നും പറയണ്ട. ഇയാളെ താൻ അടിച്ചില്ലേ? നടക്ക. ഞാൻ തന്നെയാണ് ശങ്കുൻ അടിച്ചത്. പക്ഷെ ആ അടിയൊന്നും പോലെ സാറേ. ആഴ്ച അവന്റെ പല്ല് 32 താഴെ കളയേണ്ടതായിരുന്നു. അപ്പോൾ
പോലീസുകാർ വന്ന് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ശംഖുവിന്റെ ജീവൻ അപകടപ്പെടുത്തും വിധം നിങ്ങൾ അവനെ അടിച്ച് പരിക്കേൽപ്പിക്കുമായിരുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ പറഞ്ഞു. ഓർഡർ, ഓർഡർ. ടേക്ക് യുവർ ഓണറബിൾ സീറ്റ്. ഇന്ന് നമ്മുടെ കോടതി നടപടികൾ ശ്രദ്ധിക്കാൻ ഹാജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ശ്രീ വിശ്വംഭരൻ അവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Yes, proceed. അപ്പോൾ ശംഖുവിനെ അടിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് കുറ്റം സമ്മതിച്ചിരിക്കുന്നു അല്ലേ? അതെ, ഞാൻ തന്നെയാണ് ശംഖുവിനെ അടിച്ചത്. ഉള്ള കാര്യം തുറന്നു പറയണമല്ലോ. എനിക്കും അത് തന്നെയാണ് വേണ്ടത്. യുവർ ഓണർ, പ്രതി സ്വയം കുറ്റം സമ്മതിച്ച് എന്റെ ജോലി എളുപ്പം തീർത്തിരിക്കുന്നു. വക്കീൽ സാറേ, ശംഖുവിനെ അടിച്ചു എന്ന് ചോദിച്ചു, അടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്തിനാണ് ശംഖുവിനെ അടിച്ചതെന്ന് സാറ് ചോദിച്ചില്ലല്ലോ. ശരി, എന്തിനാണ് അടിച്ചത് പറയണം. ഒരു പെൺകുട്ടി എന്റെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ ശംഖു എന്ന് പറഞ്ഞ ദുഷ്ടൻ അവളെ പിടിച്ചിറക്കി ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ അത് തടയേണ്ടതും ആ പെൺകുട്ടി രക്ഷിക്കേണ്ടതും എന്റെ ചുമതലയല്ലേ, അല്ലേ സാർ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതോടെ പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു. അത് എങ്ങനെയാ സാറേ? ഇപ്പൊ സാറിന്റെ സഹോദരിയുമായി എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നിരിക്കട്ടെ, വഴിയിൽ വെച്ച് ശംഖുവിനെ പോലുള്ള റൗഡി സാറിന്റെ സഹോദരി അപമാനിക്കാൻ ശ്രമിച്ചാൽ സാർ അതിനെ തടയുമോ, അതോ നിയമപരമായി സാവധാനത്തിൽ പോയി പോലീസിനെ അറിയിക്കുമോ? ഓർഡർ, ഓർഡർ. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കേണ്ടതായ ചുമതലയും അധികാരവും നിയമത്തിന് മാത്രമുള്ളതാണ്, മറ്റാർക്കും അതില്ല. എനിക്ക് നിയമം അറിഞ്ഞുകൂടാ. അക്രമിയെ തടയേണ്ടത് ന്യായമാണെന്ന് തോന്നി. അല്പം ധൈര്യവും ഉണ്ടായിരുന്നു, തടഞ്ഞു, അത്രമാത്രം. ഈ തട്ടിപ്പ് കൊണ്ടൊന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. അത് വാചക കസരത്ത് കൊണ്ട് കച്ചവടം നടത്തുന്നവരുടെ തൊഴിലല്ലേ? ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്കും തട്ടിപ്പറഞ്ഞുകൂടാ. സത്യവും ന്യായവും മാത്രമേ അറിയൂ. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ശംഖുവിനെ അടിച്ചത് എന്നതിന് സാക്ഷിയുണ്ടോ? സാക്ഷികളെ ഒന്നും ഞാൻ ഒരുക്കി നിർത്തിയിട്ടില്ലായിരുന്നു. അതിന് ഞാൻ കുറ്റം ചെയ്യാൻ നടക്കുന്നവരല്ലല്ലോ. അപ്പോൾ സാക്ഷിയില്ല. മനസ്സാക്ഷി മാത്രമേ ഉള്ളൂ. മറ്റു സാക്ഷികളൊന്നും എന്റെ പക്കലില്ല. ഉണ്ട്, സാക്ഷിയുണ്ട്. ആരാ നിങ്ങൾ? എന്റെ പേര് സൗമിനി. നടന്നതെല്ലാം കണ്ടവളാണ് ഞാൻ. സാക്ഷി പറയാൻ എനിക്ക് സമ്മതം തരണം. കോടതി ഈ സ്ത്രീയെ സാക്ഷിയായി അംഗീകരിക്കുന്നു. കുഴപ്പം നടന്ന സ്ഥലത്തിനടുത്താണ് എന്റെ വീട്. ഒരു ബഹളം കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ നിൽക്കുന്ന ശംഖുവും മറ്റു ചിലരും ചേർന്ന് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ മനുഷ്യനാണ് ആ പെൺകുട്ടിയെ റൗഡികളിൽ നിന്ന് രക്ഷിച്ചത്. ഏത് പെണ്ണിനെ? നിങ്ങളുടെ വീട്ടിൽ വരുന്ന പെണ്ണെ പറ്റിയോ? എന്റെ വീട്ടിലോ? അതെ, ഡാൻസ് പഠിക്കാൻ വരുന്നവരെ കൂടാതെ പതിവായി പല സ്ത്രീകളും നിങ്ങളുടെ വീട്ടിൽ വന്ന് പോകുന്നില്ലേ? അതിൽ ഒരുവളെ പറ്റിയല്ലേ നിങ്ങൾ ഈ പറയുന്നത്? സാറേ, ഒന്നും ആലോചിക്കാതെ തോന്നിയതെന്ന് വിളിച്ച് പറയരുത്. അവിടുന്ന് സാറേ, നെറിയും മുറയും ഇല്ലാതെ ആരോടും കയറി എന്തും ചോദിച്ചില്ലേ? ഇതുകൊണ്ടാണ് സത്യം അറിയാവുന്നവർ കോടതിയിൽ വരാത്തത്, സാക്ഷി പറയാത്തത്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഈ ആക്ഷേപം കേൾക്കാൻ വേണ്ടിയായിരുന്നു. കേസിന് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. യുവർ ഓണർ, ഈ ചോദ്യങ്ങൾക്കും കേസിനും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, വരാത്തൊരു പെണ്ണ് നിങ്ങൾ കണ്ടിരിക്കാനും ഇടയില്ല. അതിനാൽ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കാനും ഇടയില്ല. അതുകൊണ്ട് പ്രതിയുമായി നിങ്ങൾക്ക് ഏതോ ബന്ധമുള്ളതിനാൽ പ്രതി രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ കള്ളസാക്ഷി പറയാൻ വന്നതായി ഞാൻ തീർത്തു പറയുന്നു. ഞാൻ കള്ളസാക്ഷി പറയാൻ വന്നതല്ല. എന്നെ വിശ്വസിക്കണം. ദയവായി ഞാൻ പറയുന്നത് വിശ്വസിക്കണം. നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്കിനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? നടന്നതൊക്കെ ഞാൻ പറയും, നടക്കാത്തതൊക്കെ വക്കീൽ അദ്ദേഹവും പറയും. ഇനി നടക്കേണ്ടതൊക്കെ അവിടെ നിങ്ങൾ പറഞ്ഞേച്ചാൽ മതി. വാസു ശംഖുവിനെ അടിച്ചതിന് മതിയായ സാക്ഷികൾ ഉള്ളതിനാലും വാസു തന്നെ അത് സമ്മതിച്ചിരിക്കുന്നതിനാലും ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത് എന്നതിന് വേണ്ടതായ സാക്ഷികളെ വാസു ഹാജരാക്കാത്തതിനാലും IPC 323 വകുപ്പ് പ്രകാരം വാസുവിന് 250 രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ 2 മാസത്തെ കഠിനാതടവും വിധിച്ചിരിക്കുന്നു. പിഴ അടയ്ക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വേണ്ടി പണം അടച്ചിട്ടുണ്ട്. ആരാ പണം കിട്ടിയത്? ജഡ്ജിയങ്ങുന്ന്. ഇതാ ജഡ്ജിയങ്ങുന്നിന്റെ അഡ്രസ്. അദ്ദേഹത്തിന് ബംഗ്ലാവിൽ ഒന്ന് കാണാൻ പറഞ്ഞു. നമസ്കാരം സാർ. നമസ്കാരം. വാസു വരില്ലായിരിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. അങ്ങ് വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും. വാസു? എന്റെ കയ്യിൽ പണമില്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ യൂണിയൻ അത് കൊടുക്കുമായിരുന്നു.
പിഴയടയ്ക്കാതെ ഞാൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചത് കുറ്റം ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പോഴങ്ങ് എനിക്ക് വേണ്ടി പിഴയടച്ചത് ഞാൻ കുറ്റക്കാരനെ സ്ഥാപിക്കാനാണ്, അല്ലേ സർ? അങ്ങനെയല്ല വാസു. നിയമം വാസുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടാലും ശിക്ഷിച്ചാലും വാസു നിരപരാധിയാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ പണം അടച്ചത്. അത്ഭുതമായിരിക്കുന്നല്ലോ സർ. സത്യവും അസത്യവും തിരിച്ചറിയാൻ അങ്ങക്ക് സാധിക്കുമോ? യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടുത്താൻ വേണ്ടി കേസ് വാദിച്ച് ജയിച്ച് പേരും പ്രസിദ്ധിയും പണവും വാരിക്കൂട്ടിയാണല്ലേ അങ്ങ്? വാസു അഡ്വക്കേറ്റ് വിശ്വംഭരനെ വാസു നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എന്നാൽ ജഡ്ജി വിശ്വംഭരനെ വാസുവിന് അറിയില്ല. അന്ന് വക്കീൽ, ഇന്ന് ന്യായാധിപൻ. പേരിന്റെ മുമ്പിൽ ചേർക്കുന്ന വാക്കല്ലേ മാറിയിട്ടുള്ളൂ, ആണ് മാറിയിട്ടില്ലല്ലോ. രണ്ടും സാറ് തന്നെയല്ലേ? നമ്മൾ സാധാരണ ചവിട്ടിമെതിക്കാറുള്ള ഒരു കരിങ്കലിനെ ഒരു പ്രത്യേക രൂപം കൊടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചാൽ നമ്മൾ അതിനെ ആരാധിക്കില്ലേ? അതാണ് വക്കീലും ന്യായാധിപനും തമ്മിലുള്ള വ്യത്യാസം. സാറ് പറയുന്നത് ഒരു വാദത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. വക്കീലന്മാരെല്ലാം ന്യായാധിപന്മാരാണെന്ന് സ്വയം കരുതി പ്രവർത്തിച്ചാൽ ഈ നാടിന് എത്ര നന്നായിരുന്നു. നല്ല ആലോചനയാണ്, പക്ഷെ നടപ്പില്ലെന്നേ ഉള്ളൂ. നടത്തി കാണിച്ചുള്ളൂ സാർ മഹാത്മാഗാന്ധി. വക്കീലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സ്നേഹിതൻ ഒരു കുറ്റം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കേസ് വാദിച്ച് രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു. മഹാത്മജി അദ്ദേഹത്തിനോട് എന്താണ് സാർ പറഞ്ഞത്? ഞാൻ നിയമം പഠിച്ചത് കുറ്റങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ്, അല്ലാതെ കുറ്റം ചെയ്തവരെ പ്രോത്സാഹിപ്പിക്കാനല്ല. എന്തല്ലേ സാർ? ഇതുപോലെ എന്തെങ്കിലും സാറിനും സാറിന്റെ സ്നേഹിതനോട് പറയാൻ പാടില്ലായിരുന്നു സാർ? മഹാത്മജി ആവാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. ആരും മഹാത്മാക്കളാകണ്ട, മനുഷ്യരെങ്കിലും ആയാൽ മതി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കൊള്ളാം. പങ്കജാക്ഷൻ കരുണാകരനെ കൊന്ന കേസിൽ ഞങ്ങൾ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കരുണാകരന്റെ സഹോദരിയെ പങ്കജാക്ഷന്റെ ആളുകൾ പിടിച്ചുകൊണ്ടുപോയതിനും ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പീൽ കോടതിയിലെങ്കിലും നീതിയും ന്യായവും നടക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പങ്കജാക്ഷന് വേണ്ടി വാദിക്കാനും നീതി എതിർക്കാനും സാർ വക്കീലായി അവിടെ വരില്ലല്ലോ. അതെന്തായാലും നന്നായി. ഞാൻ പോകുന്നു സാർ. വാസു, നിങ്ങൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി നോക്കേണ്ട ആളല്ലല്ലോ. എന്ത് ജോലി ചെയ്യാൻ എന്താ സാർ? ആത്മാർത്ഥത ഉണ്ടായാൽ പോരെ? തുറന്നു പറയൂ, നിങ്ങൾ ആരാണ്? അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഒന്നും എനിക്കില്ല സാർ. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരിക്കൽ ഞാൻ സാറിനോട് പറയാം. കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ ഒരു സ്ത്രീ വന്നല്ലോ. ആ സ്ത്രീ ആരാ? ഓ അതോ, അതൊരു ഡാൻസ് ടീച്ചറാണ് സാർ. അതിൽ കൂടുതലൊന്നും അവരെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. പ്രോസിക്യൂട്ടർ ഒരു പെൺകുട്ടിയെ പറ്റി ചോദിച്ചല്ലോ, അതാരാ? ഈ സ്ത്രീയുടെ മകളാണ്. അറിഞ്ഞുകൂടാ. ഞാൻ രക്ഷിച്ച പെൺകുട്ടി കോളേജിൽ പഠിക്കുന്നവളാണെന്ന എന്റെ സംശയം. ഓഹോ, അപ്പോൾ വാസുവിനും ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞുകൂടാ. അറിയാതെ എവിടെ പോകും? ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാരല്ലേ, കോളേജിന്റെ പരിസരത്ത് എപ്പോഴും പോകാറുള്ളത്. ഒരിക്കൽ അവളെ ഞാൻ കണ്ടുപിടിക്കും. അന്ന് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് സാറിന്റെ മുമ്പിൽ നിർത്തി നടന്നതെല്ലാം പറയിപ്പിക്കും. സത്യം സാറിന് ഒന്നുകൂടി ബോധ്യപ്പെടണമല്ലോ. ഞാൻ വരട്ടെ സാർ.